കഥ പറയും അടിപൊളിയ ഫേസ്ബുക്കിൽ റീൽസുകളിൽ ട്രെൻഡിങ്ങിൽ ശരിക്കും ഈ ഒരു ബലൂൺ പിടിച്ച് വരുമ്പോൾ തന്നെ എന്തുമാത്രം പ്രണയമാണല്ലേ ഇങ്ങനെ താത്ത ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുന്നത്. അല്ല കാണാൻ തന്നെ ഭയങ്കര ഒരു അതെ അതെ അതെ. ശരിക്കും പ്രണയത്തിന്റെ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സീനിയർ മോസ്റ്റ് ആണ് നമ്മുടെ താത്ത. നല്ലൊരു ദിവസമായിട്ട് എന്നെ വിളിച്ചു വരുത്തിട്ട് സീനിയർ മോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ വയസ്സെത്തിയാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ അങ്ങനെയല്ല, പിന്നെ പ്രേമത്തിന്റെ കാര്യത്തില് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാള്. അനുഭവങ്ങള് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുക. അപ്പം നല്ല മഴ. അപ്പം ഇങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് ഇങ്ങനെ നോക്കി ഇങ്ങനെ അനന്തവികായസിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ മഴ അങ്ങോട്ട് കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പറമ്പിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു. അങ്ങനെ വെള്ളം നിറഞ്ഞ് അവസാനം ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം അങ്ങോട്ട് കയറി വരാ. വീട്ടിലേക്ക് വെള്ളം കയറി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അരക്കൊപ്പം വെള്ളമായി. അരക്കൊപ്പം വെള്ളം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മുകളിൽ കയറ്റി ഞങ്ങൾ പെരയുടെ മുകളിൽ കയറി ഇരിക്കുക. അപ്പം പെരയുടെ മുകളിൽ അപ്പോഴാണ് ഈ ഹെലികോപ്റ്ററൊക്കെ വന്ന് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ മൊത്തം പ്രളയം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രളയാനുഭവം. പ്രളയാനുഭവം അല്ല, പ്രണയാനുഭവം. നിന്റെ ആങ്കറിങ് ശരിയാവാനിട്ടല്ലേ ഇവിടെ പറഞ്ഞത്? അങ്ങനെയല്ലേ ഒന്നും അറിയാൻ പാടില്ല അതിന്. അതെല്ലാം പോട്ടെ, താത്തയ്ക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്കാ? അതെ. അത് ഇവിടെ മത്സരാർത്ഥികൾക്ക് പറഞ്ഞല്ലേ പ്രൈസ്? അതല്ല, ഒരു സർപ്രൈസ്. സർപ്രൈസ് എന്താന്നറിയില്ല അല്ലേ? ഇപ്പൊ തരാം. അതായത് താത്തയുടെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ, താത്തയുടെ ബെറ്റർ ഹാഫ്, താത്ത പ്രേമിച്ച് വിവാഹം ചെയ്ത നമ്മുടെ സ്വന്തം ബീരാനിക്ക. ഞാൻ ചോദിക്കുന്നില്ല, അല്ല മഞ്ചത്തികളൊക്കെ ഒരുപാടുണ്ടല്ലോ. നമസ്കാരം. ഈ ഡയാനയുടെ കൂടെ താത്ത ഇവിടെ കുറെ എപ്പിസോഡുകളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ വേണമായിരുന്നു ബീരാനിക്കനെ കൊണ്ടുവരാൻ. വന്നതിൽ വളരെ സന്തോഷം. തിരക്കുകൾ മാറ്റി നമ്മുടെ എപ്പിസോഡിൽ പങ്കെടുക്കാൻ വന്നല്ലോ. സന്തോഷായി സന്തോഷായി. ആളുടെ എൻട്രി കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൂട്ടത്തില് ഉള്ളവരെക്കാളും ഒക്കെ മനസ്സിൽ പ്രണയം. കാരണം നമ്മളൊക്കെ വെറും കൈയോടെ ഒരു മൈക്കൊക്കെ പിടിച്ച് വന്നപ്പോ ആള് ഫ്ലവർ ഒക്കെ പിടിച്ചാ വന്നേക്കുന്നേ. ചാക്കരയുമ്പയൊക്കെ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. എനിക്കറിയാം. നിങ്ങളുടെ ഒരു പ്രണയത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ആ സംഭവം? എന്തായിരുന്നു അത്? അതായത് ചെറുപ്പത്തില് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം, ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സ്റ്റേറ്റ് ഫോർവേഡായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അന്ന് ഞാൻ ഈ സ്കൂളിലേക്ക് പോണ സമയത്ത് ഈ പുസ്തകം ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ബാപ്പാൻ്റെ മുഖത്ത് നോക്കിയാൽ പിന്നെ താഴത്തേക്ക് നോക്കുള്ളൂ. പിന്നെ ഇങ്ങനെ നടന്ന് സ്കൂളിൽ ചെന്ന് മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുള്ളൂ, വേറെ ആരുടെയും മുഖത്തേക്ക് നോക്കൂല. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറുക്കൻ, ഇവൻ ഇതുപോലെ ബൈയിൽ നിന്നിട്ട് ഒരു പൂവ് കാണിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് ഹലോ ഹലോ എന്ന് മണ്ടി വിളിക്കും. എനിക്ക് ഈ ചെറുക്കനെ കണ്ണിൻ്റെ ഇരുമണിക്ക് കണ്ടുകൂടാ. അങ്ങനെ ഒരു ദിവസം ഈ ചെറുക്കൻ എൻ്റെ മുമ്പിൽ കയറി ബട്ടൺ നിന്നിട്ട് പൂവ് കാണിച്ചിട്ട് പറയാ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഞാൻ പറഞ്ഞു, പോടാർക്കാ, പോയി തരത്തിൽ പോയി കളിക്കടാ, എനിക്ക് ഇന്നെ ഇഷ്ടമല്ലടാ, പോടാ ചെയ്താൻ പോറാ. നമ്മൾ 4 ആട്ടം കാട്ടി അവന് വെളിച്ചെണ്ണ പിഴിഞ്ഞു. അത് തന്നെ അത്രയ്ക്ക് വലിയ ആട്ടായിരുന്നു. ആട്ടിക്കഴിഞ്ഞപ്പോൾ ഇവന് എന്നോട് ദേഷ്യമായി. അങ്ങനെ ഈ ടോക്സിക് പയ്യൻ എന്നോടുള്ള ദേഷ്യത്തിന് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇല്ല. എൻ്റെ പിഷു മിയ മക്കളെ എന്താ ചെയ്തെന്നറിയാമോ? ഇവൻ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ ബാത്റൂം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ വീട്ടിലെ ലാൻഡ് നമ്പർ എഴുതിയിട്ടു. അറിയാമോ? സത്യമായിട്ടും ഈ നേരത്താണ് പിഷു നമ്മള് ഇവിടുത്തെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞിട്ട് നേരെ പോണത്. ഞാൻ ഈ കോയമ്പത്തൂർക്ക് കുർള ട്രെയിനിന് കയറി പോവേണേ. കോയമ്പത്തൂരിനല്ലോ കുർള. അല്ലാതെ ബൈക്ക് അറിയാമെങ്കിൽ ഞാൻ മാറി കയറൂല്ലോ. മാറി കയറിയെന്ന് അവര് പറയണേ. പക്ഷെ ഞാൻ സമ്മതിക്കൂല. നമ്മള് ട്രെയിനിൽ കയറി. നമ്മൾ ഒന്നാമത് ഈ കള്ളവണ്ടി കയറിയേക്കണേന്റെ ഒരു പടവെടുപ്പ് നമ്മുടെ നെഞ്ചിലുണ്ടാവൂലേ.
DTR എപ്പോഴാണ് വന്നെ എപ്പോഴാണ് കൊങ്ങക്ക് പിടിക്കണമെന്ന് അറിയാനും പറ്റൂല. അതുകൊണ്ട് നമ്മൾ ന്യൂട്രലിലെ നേരെ കക്കൂസിൽ കയറി ഇരുന്ന് നോക്കിയപ്പോഴാണ് ഇത് വിസ്താരമ പോലെ ഒരു നമ്പർ കിടക്കണം. അതിലേക്കൊന്ന് വിളിച്ചു നോക്കി. ഒരു വീട്ടിലെ നമ്പറാന്ന് മനസ്സിലായി. അങ്ങേ തലക്കിൽ ഒരു കിളി ശബ്ദം. പിന്നെ അതങ്ങട് കണ്ടിന്യൂ അങ്ങോട്ട് ചെയ്ത്. പിന്നെ ഫോണോട് ഫോണായിട്ട് ഇങ്ങനെ പോയി. ഞാൻ കോയമ്പത്തൂർ പോയില്ല, നേരെ തിരിച്ചിങ്ങോട്ട് പോന്ന്. എനിക്കൊന്ന് കണ്ടേ. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോ ഈ വിളി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് ഒരു ക്യൂരിയോസിറ്റി തുടങ്ങി. ഈ സംഗതി വിളിക്കാത്ത എന്താ? മിസ് ചെയ്തു തുടങ്ങി. തിളയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ. മനസ്സിലായി. അയ്യോ, അങ്ങനെ എനിക്ക് ഇരിക്കപ്പോർത്തിയില്ല, നടക്കപ്പോർത്തിയില്ല, കിടക്കപ്പോർത്തിയില്ല, വിളിക്കണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് ഞങ്ങൾക്കൊരു ചായക്കടയുണ്ട്. ഈ ചായക്കടയില് വാപ്പയും ഉമ്മയും കൂടി ആ ചായക്കട നടത്തണേ. അപ്പൊ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, എടി ആമിന, നീ ഇത്തിരി നേരം ചായക്കടയിൽ നോക്കൂ, ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് പോയി. അങ്ങനെ ഞാൻ ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എങ്ങാണ്ടൊന്നും വലിഞ്ഞേറിയ സാധനം കടയിൽ വരുന്നത്. അപ്പൊ ഇയാൾക്ക് എന്നെ അറിയാം, കാരണം ഈ നമ്പർ ഉദ്ദേശിച്ചിട്ട് വന്നേക്കണാണല്ലോ. കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല, ഇയാളും കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല, മനസ്സിലായ? അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ചായ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ബീഡി കത്തിക്കാൻ തീ കൂടി ഇങ്ങനെ എടുത്തോന്ന് പറഞ്ഞു. ഞാൻ തീക്കൊള്ളി എടുത്തിട്ട് ഇങ്ങോട്ട് തിരിയണ സമയത്ത് പുറയിൽ നിൽക്കണ ഈ മുതല് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനാണ് എന്നും വിളിക്കണ മുതല്. അപ്പൊ പുള്ളി എന്റെ കണ്ണിലേക്ക് നോക്കി, ഞാൻ എന്തിനാ താഴത്തേക്ക് നോക്കി. ഈ കാല് വെച്ച് ഇങ്ങനെ ഷണ്ണട്ടൊക്കെ വരക്കണ ഒരു പരിപാടി ഉണ്ട്, കളം വരക്കണ. ആ കളം ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ താടി ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് പൊക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കേ. ഞങ്ങൾ കണ്ണും നോക്കി, ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ അടഞ്ഞു, ഞങ്ങളുടെ കൈകൾ വിറച്ചു, താടികൾ വിറച്ചു, ചുണ്ടുകൾ വിറച്ചു. എൻ്റെ പൊന്നു മോളെ, ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്നുറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഉണർന്നേനെ പിഷു. പിന്നെ ഒരൊച്ച കേട്ട് ഞങ്ങൾ ഉണരുമ്പോ നാട്ടുകാർ ചുറ്റും കട വളഞ്ഞേക്കാം. അവിടെ വെച്ച് തന്നെ അപ്പ തന്നെ നിക്കാഹാർന്നു. ഒരു തെങ്ങുണ്ടായി, ആ തെങ്ങുമ്മ പിടിച്ച് കേട്ടിരിക്കായിരുന്നു. അങ്ങനെയായിരുന്നു നിക്കാഹ്. ഞാൻ ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ടേ ചെറുതായിരുന്നപ്പോഴത്തേക്ക്. ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ഗംഭീരമായി. ഏതായാലും ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര കൊല്ലമായി കാണുന്നതൊക്കെ സംഭവിച്ചിട്ട്? ഇപ്പൊ 27. 28 27 ഇല്ലെന്നേ, 28 27. അതെങ്ങനെ ശരിയാവണം? 28 എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. 27 എന്ന് പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം. നിങ്ങളെ പറഞ്ഞു 27. അല്ല, 27, 28 തമ്മിൽ അങ്ങനെ ഒരു സാധനം വേണ്ട. ഞങ്ങളുടെ ഭാഗത്ത് അതിന് ഇവിടെ ഒരു വഴക്കുണ്ടാക്കണ്ടേ നല്ലൊരു ദിവസമായിട്ട് അല്ലേ? നിങ്ങളിപ്പോ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതല്ലേ കാര്യം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ തുടക്കത്തിലേ ഭയങ്കര സ്നേഹിച്ചു കൊടുക്കും, എന്നിട്ട് ഈ ഉടക്കാണ് അവള് വീട്ടിൽ വന്ന് കാണുന്നത്. അപ്പൊ ശരി, അതെല്ലാം പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 27 കുഴപ്പമില്ല. തൽക്കാലം ഈ എപ്പിസോഡ് നന്നാക്കാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു നല്ല പ്രണയഗാനം പാടിക്കോളൂ. പ്ലാൻ ചെയ്ത് പാടിക്കോളൂ. നമ്മൾ ഒരുമിച്ചിരുന്ന് പാടാറുണ്ടല്ലോ. അല്ല, എനിക്കറിയാലോ. അനുരാഗിണി പാടിയല്ല. അനുരാഗിണി വേണ്ട, അത് ശരിയാവില്ല. അത് വേണ്ട, വേറെ പാട്ട് പാടാം. വേറെ പള്ളിത്തേരുണ്ടോ? നമുക്ക് പാടാം. പള്ളിത്തേര് വേണ്ട, അനുരാഗിണി നല്ലത്. പള്ളിത്തേര നല്ലത്. അനുരാഗിണി വേണ്ട, അനുരാഗിണി മതി. പള്ളിത്തേരല്ലേ നല്ലത്. പള്ളിത്തേരുണ്ടോ അല്ല, എന്തെങ്കിലും ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് സന്തോഷമായിട്ട് ലൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. അതിങ്ങനെ അടുത്ത അടിയാവുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് ഇതും വേണ്ട, ഈ ഓപ്ഷനും വേണ്ട. നമുക്ക് സന്തോഷമായിട്ടൊരു കേക്ക് ഒക്കെ മുറിച്ച് നമുക്ക് അങ്ങനെ അങ്ങ് പാട്ട് വേണ്ട. നമുക്ക് മധുരം കഴിച്ച് അത് നല്ലൊരു ഐഡിയ ആണ്. കേക്ക് മുറിച്ച് നമുക്ക് ഇന്ന് അതുകൊണ്ട് ആഘോഷിക്കാം. അത് മീയുടെ നല്ല ഉഗ്രദാഴ്ച. മോളെ, ഇതിന് ഷുഗർ എത്രയെന്നറിയാമോ?
300 350 ഇതിന് ഷുഗർ. വൈകുന്നേരം ആകുമ്പോൾ അണ്ണാക്കിലേക്ക് എത്ര ഗുളിയെ ഞാൻ കുത്തി കിടത്തണേന്ന് അറിയാമോ? മോളല്ലല്ല വന്നിട്ട് കാല് ഇരുമി കൊടുക്കണ ഞാനല്ലേ, എനിക്കറിയാൻ പാടില്ലേ? ഈ സാധനത്തിന് ഡോക്ടർ പറഞ്ഞേക്കണത് ഷുഗർ തൊട്ടു പോരുന്ന, അതിനാണ് കേക്ക് കുത്തി കയറ്റാൻ പോണത്. എന്താണ് കേക്ക് കുത്തി കയറ്റാൻ പോണത്? എന്ത് വർത്താനം പറഞ്ഞിട്ട് ആൾക്കാർ കേട്ടോണ്ടിരിക്കും. നിനക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്? കേക്കിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇതിനു മുമ്പ് ഒരു പാട്ട് പറഞ്ഞു. എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട് പാട്ട് പാടാൻ പറഞ്ഞ മര്യാദ പാട്ട് പോലും പാടാൻ അറിയാമല്ലോ. ശ്രീനിവാസം കളിക്കാൻ പോണെങ്കിൽ പോട്ടടി. ആ പോണെങ്കിൽ പോട്ടെ. എന്തിനായി മനുഷ്യരെ വിളിച്ചു വരുത്തിയത്? ചാനലാണ് ഫ്ലോർ. ഹലോ പ്ലീസ്, ഒന്നും ആഘോഷിക്കണ്ട, വേണ്ട, കേക്ക് മുറിക്കണ്ട, മുറിക്കണ്ട, പാടണ്ട. പാടണ്ട. 25 26 വർഷമായാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇല്ല. ഇവിടെ ഒന്ന് ഇരിക്കാവോ? അതിന് പറ്റുമോ? നല്ല കാര്യമുള്ള കാര്യമായിരുന്നു. ആ കേക്കും പോയി, പാട്ടും പോയി, എല്ലാം പോയി. ആ മനുഷ്യ Once upon a time